നമുക്കിനി അഡോബ് പ്രീമിയർ പ്രോയിലെ ടൂളുകളെ കുറിച്ച് പഠിക്കാം. ഇവിടെ കാണുന്ന സെലക്ഷൻ ടൂൾ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടതാണ്. ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ അഡോബ് പ്രീമിയർ പ്രോ സിസിയിലെ ടൈം ലൈനിലെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ, ഇമേജസ് എല്ലാം സെലക്ട് ചെയ്യുന്നതും അതിനെല്ലാം എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നതും അത് ഡ്രാഗ് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതുമെല്ലാം ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ്. ഈ സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ചെയ്യാനായി നമുക്ക് ടൂൾ ബാറിൽ നിന്നും സെലക്ഷൻ ടൂൾ എന്ന ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ കീബോർഡിൽ വി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അതിന് താഴെ കാണുന്ന ഈ ടൂൾ ശ്രദ്ധിക്കുക. ട്രാക്ക് സെലക്ട് ഫോർവേഡ് ടൂൾ എന്നാണ് ഈ ടൂളിനെ പറയുന്നത്. അതല്ലെങ്കിൽ കീബോർഡിൽ എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടും ഈ ടൂൾ നമുക്ക് ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ടൂൾ സെലക്ട് ചെയ്യുകയാണ്. പ്രധാനമായും ഈ ടൂളിന്റെ ഉപയോഗം എന്താണെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ കാണാവുന്നതാണ്. ഈ വീഡിയോ ക്ലിപ്പുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നും ബാക്കിയുള്ളതിനെ മൊത്തം സെലക്ട് ചെയ്യാനാണ് ട്രാക്ക് സെലക്ട് ഫോർവേഡ് എന്ന ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അതായത് എനിക്കിപ്പോൾ ഈ ആൽബം എന്ന ഈ വീഡിയോ ക്ലിപ്പിൽ നിന്നും ഇവിടെ നിന്നും റൈറ്റ് സൈഡിലുള്ള എല്ലാ ക്ലിപ്പുകളും സെലക്ട് ചെയ്യണം. അതിനായി ഞാനിവിടെ ആൽബം എന്ന ഈ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ആൽബം എന്ന ഈ ക്ലിപ്പ് മുതൽ ഈ ക്ലിപ്പ് വരെ എല്ലാ ക്ലിപ്പുകളും ഇതിനിടയ്ക്കുള്ള എല്ലാ ക്ലിപ്പുകളും സെലക്ട് ആയി വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ ഈ ടൂൾ ഉപയോഗിച്ച് കഴിയുക. അതിനുശേഷം എനിക്ക് ഈ വീഡിയോകളെയെല്ലാം ഇതിന് തൊട്ടു മുകളിലത്തെ ട്രാക്കിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ മൂവ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ V1, V2, V3 എന്നിങ്ങനെ 3 ട്രാക്കുകളാണ് കാണാൻ കഴിയുന്നത്. നാലാമതൊരു ട്രാക്ക് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യണം. പക്ഷേ ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇവിടെ പുതിയൊരു വീഡിയോ ട്രാക്ക് ക്രിയേറ്റ് ആയി വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇത്തരത്തിൽ മൂവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അഞ്ചാമതൊരു ട്രാക്ക് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ട്രാക്ക് സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ചെയ്തപ്പോൾ 2 ആരോസ് മൗസ് കഴ്സറിന്റെ ഭാഗത്ത് കാണാവുന്നതാണ്. നമ്മൾ ഇനി കീബോർഡിൽ ഷിഫ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആ 2 ആരോയുടെ സ്ഥാനത്ത് ഒരൊറ്റ ആരോ മാത്രമേ കാണാവുന്നതുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മൂവ് ചെയ്തു വയ്ക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ 2 ക്ലിപ്പുകൾ മുകളിലായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഈ 2 ക്ലിപ്പുകൾ മൂവ് ചെയ്യാനായി ഷിഫ്റ്റ് ബട്ടണിൽ നിന്നും കൈ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഈ 2 ക്ലിപ്പും ഒരുമിച്ച് ഞാൻ മൂവ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള ക്ലിപ്പ് മാത്രമാണ് ഞാൻ മൂവ് ചെയ്യിക്കാൻ പോകുന്നത്. എനിക്ക് മുകളിലെയോ താഴെയോ ആവശ്യമുള്ള ക്ലിപ്പുകൾ മാത്രം ഇത്തരത്തിൽ എനിക്ക് മൂവ് ചെയ്യിക്കാനാവും. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ താഴെയുള്ള ക്ലിപ്പ് മൂവ് ചെയ്യിക്കുകയാണ്. അതായത് 2 ആരോ കീ ഇവിടെ കാണുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് മൊത്തം വീഡിയോ നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അതിന് പകരം ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ആരോ സിമ്പൽ മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പ് മൂവ് ചെയ്യിക്കാനായി സാധിക്കും. ടൂൾ ബാറിൽ അടുത്തതായി കാണുന്ന ട്രാക്ക് സെലക്ട് ബാക്ക്വേർഡ് ടൂൾ, അതായത് കീബോർഡിൽ ഷിഫ്റ്റ് എ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ ടൂൾ നമ്മൾ ആക്റ്റീവ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിച്ച ക്ലിപ്പുകളെല്ലാം ബാക്ക്വേർഡായി മൂവ് ചെയ്യാനായി നമുക്ക് സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഈ ടൂൾ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഏരോസ് റിവേഴ്സ് ആയി വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഞാനിവിടെ ഈ വീഡിയോ ക്ലിപ്പുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ക്ലിപ്പിൽ നിന്നും തുടക്കത്തിലുള്ള ക്ലിപ്പ് വരെ നമുക്ക് മൂവ് ചെയ്യിക്കാനായി സാധിക്കും. ശ്രദ്ധിക്കുക, അതിനുശേഷം ഞാൻ ഇത്തരത്തിൽ ട്രാക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇനി ഇവിടെ നിന്ന് എനിക്ക് അടുത്ത 2 ക്ലിപ്പുകൾ മതിയെങ്കിൽ ഇത്തരത്തിൽ ഈ ക്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാക്ക് ആഡ് ചെയ്യാനോ അതല്ലെങ്കിൽ ട്രാക്കിലുള്ള വീഡിയോകളെ ഒരു കൂട്ടം വീഡിയോകളെ സെലക്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു പോർഷൻ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തത്തിലുള്ള വീഡിയോ സെലക്ട് ചെയ്യാനോ സാധിക്കുന്നതാണ്. ഈ വീഡിയോകളെല്ലാം ഇനി മുമ്പത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനായി ഞാൻ കീബോർഡിൽ Ctrl+Z അടിച്ചുകൊണ്ട് അൺഡു ചെയ്യുകയോ അതല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന ടാബിൽ പോയി ഞാൻ മുമ്പത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയോ ചെയ്യുകയാണ്. അതിനു മുമ്പ് ഞാൻ കീബോർഡിൽ V എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ചെയ്യുകയാണ്.
ഇപ്പോൾ ഇവിടെ ഈ സ്ലൈഡർ പിടിച്ച് മൂവ് ചെയ്താൽ നമുക്ക് ഇവിടെ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ കാണാം. ശ്രദ്ധിക്കുക, ഞാൻ ഹിസ്റ്ററി എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് ഞാൻ ഈ വീഡിയോ ക്ലിപ്പുകളെല്ലാം തന്നെ പണ്ടത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ട്. നമുക്കിനി ടൂൾ ബാറിലെ അടുത്ത ടൂളിനെ കുറിച്ച് പരിചയപ്പെടാം. അടുത്തതായി നമുക്ക് ടൂൾ ബാറിലെ റിപ്പിൾ എഡിറ്റ് ടൂൾ എന്ന ഈ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ആക്റ്റീവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കീബോർഡിൽ ബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകും. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ആൽബം എന്ന ഈ ക്ലിപ്പ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുകയാണ്. അതായത് ഇതിന്റെ ടൈം ലെങ്ത് ഞാൻ കുറയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഒരു സ്പേസ് ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. സാധാരണയായി ഈ സ്പേസ് കളയാനായി നമ്മൾ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിപ്പിൾ ഡിലീറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ഷിഫ്റ്റ് ഡിലീറ്റ് എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ റിപ്പിൾ ഡിലീറ്റ് അടിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മൾ ഈ സ്പേസ് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഇവിടെ റിപ്പിൾ ഡിലീറ്റ് ടൂൾ എന്ന ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ കൺട്രോൾ സെഡ് അടിച്ച് അൺഡു ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ടൂൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഞാൻ അതിന് ഈ ടൂൾ സെലക്ട് ചെയ്ത് ആക്റ്റീവ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഈ രണ്ട് വീഡിയോ ക്ലിപ്പിനും ഇടയിൽ കാണുന്ന ഈ എഡ്ജിലേക്ക് ഞാൻ റിപ്പിൾ ഡിലീറ്റ് ടൂൾ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ കഴ്സർ ചേഞ്ച് ആവുന്നത് കാണാം. കഴ്സറിന്റെ സിമ്പിൾ ചേഞ്ച് ആവുന്നത് കാണാം. നേരെ മറിച്ച് ഈ ടൂൾ ഞാൻ ഒഴിഞ്ഞ ട്രാക്കിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെയുള്ള ആ സിമ്പിളിന്മേൽ ഒരു റെഡ് മാർക്ക് കാണാം. അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ട്രാക്കിൽ ഈ ടൂൾ വർക്കാക്കുകയില്ല. നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഞാൻ ആൽബം എന്ന വീഡിയോ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഗ്രാം മോണിറ്ററിൽ നമുക്ക് രണ്ട് വീഡിയോ കാണാവുന്നതാണ്. അതായത് എനിക്ക് ഈ ആൽബം എന്ന ആദ്യത്തെ വീഡിയോ എത്രത്തോളം ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോ എവിടം വരെ എനിക്ക് കട്ട് ചെയ്യണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ ഇവിടെ ഈ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്, അതായത് ഒരു സ്പേസ് ഇല്ലാതെ ട്രിം ചെയ്ത് റിപ്പിൾ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായി ചെയ്യാനാണ് റിപ്പിൾ എഡിറ്റ് ടൂൾ എന്ന ഈ ടൂൾ ഉപയോഗിക്കുന്നത്. നമുക്കിനി അടുത്ത ടൂളായിട്ടുള്ള റോളിംഗ് എഡിറ്റ് ടൂൾ എന്ന ഈ ടൂളിനെ പരിചയപ്പെടാം. റോളിംഗ് എഡിറ്റ് ടൂൾ ഉപയോഗിക്കുന്നത് എന്തിനാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ റിപ്പിൾ എഡിറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീഡിയോ കട്ട് ചെയ്തപ്പോഴുള്ള സ്പേസ് കുറയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെയുള്ള സ്പേസ് പോയതല്ലാതെ ഈ വീഡിയോയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. ഈ വീഡിയോയുടെ ടൈം ലെങ്ത് ചെറുതായി എങ്കിലും ഈ വീഡിയോയുടെ ടൈം ലെങ്ത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. പകരം അവിടെയുള്ള സ്പേസിലേക്ക് ഈ വീഡിയോ വന്നു കയറി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളിവിടെ റോളിംഗ് എഡിറ്റ് ടൂൾ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന സെന്ററിൽ പിടിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്കും ചേഞ്ച് വരും. അതനുസരിച്ച് തന്നെ ഈ വീഡിയോയുടെ ടൈം ലെങ്ത്തിനും ചേഞ്ച് വരും. നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, അതിനു മുമ്പ് ഞാനൊന്ന് സൂം ചെയ്യുകയാണ്. കീബോർഡിൽ പ്ലസ് എന്ന് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ടൈം ലൈൻ സൂം ചെയ്യുകയാണ്. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനായി ഞാൻ കീബോർഡിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ബാറ്ററിയുടെ മുകൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോയുടെ ടോപ്പിലേക്ക് നോക്കിയാൽ ഒരു യെല്ലോ കാർ മൂവായി പോകുന്നത് നമുക്ക് കാണാം. പിന്നീട് സ്ക്രീനിൽ വേറെ കാറുകളൊന്നും വന്നിട്ടില്ല. ശ്രദ്ധിക്കുക, അതിനുശേഷം വളരെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കാർ നമുക്ക് അവിടെ പ്രത്യക്ഷമാകുന്നത്. നമുക്ക് റോളിംഗ് എഡിറ്റ് ടൂൾ ഉപയോഗിച്ച് ഈ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനായി ഞാൻ ഈ സെൻറ്ററിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഇത്തരത്തിൽ മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രോഗ്രാം മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള വീഡിയോ വരുന്നത് കാണാം. ഒരു കാർ ഇപ്പോൾ അതിലെ പാസ് ചെയ്തു പോകുന്നതും നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഈ ടൈം ലൈനിലേക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ നിന്നും ഇത്രത്തോളം സ്പേസ് ആദ്യത്തെ ആൽബം എന്ന വീഡിയോയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത്രത്തോളം സ്പേസ് തന്നെ ഇവിടെ ഈ വീഡിയോയ്ക്ക് കുറഞ്ഞിട്ടുമുണ്ട്. അതായത് തുല്യമായ അളവിൽ രണ്ട് വീഡിയോയിലെയും ഫ്രെയിമുകളിൽ വരുന്ന മാറ്റമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ റോളിംഗ് എഡിറ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളുടെ ആദ്യത്തെ വീഡിയോയിൽ ഒരു ബാറ്ററിയുടെ തുടക്കം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക,
ഇവിടെ ഇപ്പോൾ ആദ്യത്തെ വീഡിയോയുടെ ടൈം ലെങ്ത് കൂടി മറ്റ് സീനുകൾ ഇതിലേക്ക് കയറി വന്നിട്ടുള്ളതായി നമുക്ക് കാണാം. രണ്ടാമത്തെ വീഡിയോയ്ക്ക് ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വീഡിയോയിൽ ടോപ്പിൽ ഉണ്ടായിരുന്ന യെല്ലോ കാറിനെ നമുക്കിപ്പോൾ കാണാനില്ല. അതിനു പകരം ഒരു ബ്ലാക്ക് കാർ ഇപ്പോൾ ഇതിലെ പാസ് ചെയ്തു പോയത് നമുക്ക് കാണാം. നമുക്ക് ഒരിക്കൽ കൂടി പ്ലേ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കൺട്രോൾ Z അടിച്ചുകൊണ്ട് ഒന്ന് അൺഡു ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ പൂർവാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി പ്ലേ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക. എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് ആ കാർ ഈ റോഡിൽ കൂടി പാസ് ചെയ്തു പോകുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഇത്രയും പോർഷൻ നമ്മൾ റിപ്പിൾ എഡിറ്റ് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഈ വീഡിയോയുടെ ഈ എഡ്ജ് മുതൽ ഇവിടം വരെയുള്ള അത്രയും ഭാഗത്തേക്ക് ഈ വീഡിയോയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഫ്രെയിമുകൾ കയറി വന്നിരിക്കുന്നതും നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ റോളിംഗ് എഡിറ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അതിന് ശേഷമുള്ള റൈറ്റ് സ്ട്രെച്ച് ടൂൾ എന്താണെന്ന് പഠിക്കാം. ശ്രദ്ധിക്കുക. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് റൈറ്റ് സ്ട്രെച്ച് ടൂൾ. ഒരു വീഡിയോയുടെ ഡ്യൂറേഷനെയും സ്പീഡിനെയും ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് റൈറ്റ് സ്ട്രെച്ച് ടൂൾ. കീബോർഡിൽ R എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് ഈ ടൂൾ ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഈ കാർ പാസ് ചെയ്യുന്ന ഈ വീഡിയോയിൽ ഞാൻ ഈ ടൂൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. റൈറ്റ് സ്ട്രെച്ച് ടൂളിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മളുടെ ടൈം ലൈൻ ഒന്ന് സൂം ഔട്ട് ചെയ്യാനായി കീബോർഡിൽ മൈനസ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം കീബോർഡിൽ A എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് സെലക്ട് ഫോർവേഡ് എന്ന ടൂൾ ആക്റ്റീവ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് ഈ വീഡിയോസ് എല്ലാം തന്നെ മുന്നിലോട്ട് നീക്കി വയ്ക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് റൈറ്റ് സ്ട്രെച്ച് ടൂൾ എന്ന് പഠിക്കാം. ഈ വീഡിയോ ഇപ്പോൾ നമുക്ക് കാണാം. ഈ വീഡിയോയുടെ ഈ എഡ്ജിൽ നമ്മൾ ഇത്തരത്തിൽ കഴ്സർ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ കഴ്സറിന്റെ സിമ്പിൾ ചേഞ്ച് ആയി വരുന്നത് കാണാം. അതിനുശേഷം റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ടൈം ലെങ്ത് വർദ്ധിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ആ കാർ ഒരു സ്ലോ മോഷനിലാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. കുറച്ചും കൂടി നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. ശ്രദ്ധിക്കുക. നമുക്ക് ഒരിക്കൽ കൂടി ആ കാറിന്റെ മൂവ്മെന്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ആ കാർ വളരെ സ്ലോയിലാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. അതായത് ഈ റൈറ്റ് സ്ട്രെച്ച് ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു ക്ലിപ്പിന്റെ ടൈം ലെങ്ത് വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യാം. ടൈം ലെങ്ത് കുറയ്ക്കുന്നതിനനുസരിച്ച് ആ ക്ലിപ്പിന്റെ വേഗത കൂടും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 38.8% ഈ ക്ലിപ്പിന്റെ സ്പീഡ്. അതായത് ഞാൻ ഈ ക്ലിപ്പിന്റെ സ്പീഡ് കുറച്ചിരിക്കുകയാണ്. സ്ലോ മോഷനിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ക്ലിപ്പിനെ. ഇനി ഞാൻ ഈ ക്ലിപ്പിന്റെ വേഗത കൂട്ടാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. അതിനായി ഞാൻ ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ കാർ വളരെ വേഗതയിൽ പാസ് ചെയ്തു പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഒരിക്കൽ കൂടി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ റൈറ്റ് സ്ട്രെച്ച് ടൂൾ ഉപയോഗിക്കുമ്പോൾ ആ ക്ലിപ്പുകൾ, അതായത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോയുടെ മൊത്തത്തിലുള്ള ടൈം ലെങ്ത്തിന് ചേഞ്ച് വരുന്നു എന്നല്ലാതെ ആ വീഡിയോ ഒരിക്കലും കട്ടായി പോകുന്നില്ല. ആ വീഡിയോയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം അപ്പോൾ തന്നെ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കും. പക്ഷേ ആ വീഡിയോയുടെ സ്പീഡിന് മാറ്റം വരുന്നതാണ്. ഇതിനാണ് നമ്മൾ റൈറ്റ് സ്ട്രെച്ച് ടൂൾ ഉപയോഗിക്കുന്നത്. അതിന് താഴെയുള്ള റേസർ ടൂൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇങ്ങനെ കട്ട് ചെയ്യാനാണ് ഈ റേസർ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ കൺട്രോൾ Z അടിക്കുകയാണ്, അൺഡു ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി അൺഡു ചെയ്യുന്നു. ഓക്കെ. ഇനി നമുക്ക് ഈ സ്ലിപ്പ് ടൂൾ എന്താണെന്ന് പരിചയപ്പെടാം. അതിനായി കീബോർഡിൽ Y എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ടൂൾ നമുക്ക് ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. നമുക്ക് ഈ ക്ലിപ്പിൽ തന്നെ സ്ലിപ്പ് ടൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വീഡിയോയുടെ ഇൻ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഇൻ പോയിന്റ് ഞാനിവിടെ നമുക്ക് ഈ ടൂൾ പഠിക്കുന്നതിനെ കട്ട് ചെയ്യുകയാണ്. ഈ കാറിന്റെ ബിഗിനിങ്ങിൽ, ഈ കാറിന്റെ എൻട്രി ബിഗിനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഞാൻ കട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ നേരത്തെ പഠിച്ച റിപ്പിൾ എഡിറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട്
ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാം ആ കാറിന്റെ ബിഗിനിങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി എനിക്ക് ലെങ്ത് മാറാതെ തന്നെ എനിക്ക് ഈ ക്ലിപ്പിന്റെ ഇൻ പോയിന്റും ഔട്ട് പോയിന്റും ചേഞ്ച് ചെയ്യണം. അതായത് നമുക്കിനി ഇതിന്റെ ഔട്ട് പോയിന്റ് നോക്കാം എന്താണെന്ന്. ഔട്ട് പോയിന്റ് ഈ കാർ ഈ പോയിന്റിൽ നിൽക്കുന്നതാണ് ഈ ക്ലിപ്പിന്റെ ഔട്ട് പോയിന്റ്. ആരോ കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ക്ലിപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇനി ഞാനിവിടെ സ്ലിപ്പ് ടൂൾ ഈ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനായി ഞാൻ സ്ലിപ്പ് ടൂൾ ഈ വീഡിയോയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളുടെ പ്രോഗ്രാം മോണിറ്ററിൽ ഇപ്പോൾ 4 വീഡിയോ ക്ലിപ്പുകൾ കാണാം. മുകളിൽ ഇടതുവശത്ത് കാണുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ഇടതുഭാഗത്തുള്ള വീഡിയോ ആണ്. മുകളിൽ വലതുഭാഗത്ത് കാണുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോയുടെ വലതുഭാഗത്തുള്ള വീഡിയോ ആണ്. താഴെ ഇടതുഭാഗത്ത് കാണുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ഇൻ പോയിന്റ് ആണ്. താഴെ വലതുഭാഗത്ത് കാണുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ഔട്ട് പോയിന്റ് ആണ്. ഞാൻ ഇനി ഈ വീഡിയോ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ എൻ്റെ ഔട്ട് പോയിന്റ് ചേഞ്ച് ആയി വരുന്നത് നമുക്ക് കാണാം. അതുപോലെ ഇൻ പോയിന്റും ചേഞ്ച് ആയി വരുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഞാൻ അടുത്ത വീഡിയോയിൽ നിന്നും തുടങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാം ഈ കാർ ഈ പോയിന്റിൽ നിന്നുമാണ് മൂവ് ചെയ്തു പോകുന്നത്. ഇതിനു മുമ്പ് ഈ കാറിന്റെ എൻട്രിയോട് കൂടിയായിരുന്നു ഈ വീഡിയോയുടെ ഇൻ പോയിന്റ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ വീഡിയോയുടെ ഇൻ പോയിന്റ് ഈ കാറിന്റെ ഇവിടെ നിന്നുമുള്ള യാത്രയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്കിനി ഈ വീഡിയോയുടെ ഔട്ട് പോയിന്റ് നോക്കാം. ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ വീഡിയോയുടെ ലെങ്ത്തിന് മാറ്റമൊന്നും വരാതെ അതിന്റെ ഇൻ പോയിന്റ് ഔട്ട് പോയിന്റ് എന്നിവ മാറ്റാനാണ്, അല്ലെങ്കിൽ ഇൻ പോയിന്റ് ഔട്ട് പോയിന്റ് എന്നിവ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് സ്ലിപ്പ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ കാണുന്ന സ്ലൈഡ് ടൂൾ എന്ന് പഠിക്കാം. സ്ലൈഡ് ടൂൾ ആക്റ്റീവ് ചെയ്യാനായി കീബോർഡിൽ യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകും. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഇവിടെ ഈ 3 ക്ലിപ്പുകൾ എടുക്കാം. ആൽബം, സെക്യൂരിക്യാം ആൻഡ് കളർ. ഇവിടെ ഇപ്പോൾ സെക്യൂരിക്യാം എന്ന ഈ വീഡിയോ ക്ലിപ്പ് എനിക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റിക്കൊണ്ട് ഈ വീഡിയോ ക്ലിപ്പിന്റെ ടൈം ലെങ്തിലേക്ക് എനിക്ക് ആൽബം എന്ന ഈ വീഡിയോ ക്ലിപ്പിൽ മറഞ്ഞിരിക്കുന്ന, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ടായി പോയിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ നിന്നും സെക്യൂരിക്യാം എന്ന ഈ ക്ലിപ്പ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഞാൻ ഇത്തരത്തിൽ മൂവ് ചെയ്തു വെക്കുകയാണ്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ മൂവ് ചെയ്തു വച്ചിട്ടുള്ള അത്രയും ഭാഗത്ത് ആൽബം എന്ന ഈ വീഡിയോ ക്ലിപ്പിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കടന്നു വന്നിരിക്കുന്നതായി നമുക്ക് കാണാം. ഇത്രയും ഭാഗങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ സെക്യൂരിക്യാം എന്ന ഈ വീഡിയോ ക്ലിപ്പ് അതിന്റെ റൈറ്റ് സൈഡിലേക്ക് മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെങ്കിൽ, സ്ലൈഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ക്ലിപ്പിനെ മറ്റൊരു ക്ലിപ്പിന്റെ മുകളിലോട്ടാണ് വെക്കാൻ പറ്റുന്നത്. അതായത് സ്ലൈഡ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലിപ്പ് മറ്റൊരു ക്ലിപ്പിനെ ഉള്ളിലേക്ക് മെർജ് ആയി പോകുന്നത് കാണാം. അത് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് Ctrl+Z അടിച്ച് അൺഡു ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ 3 ക്ലിപ്പ്. ഞാനിവിടെ ഈ സെക്യൂരിക്യാം എന്ന ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ കളർ എന്ന ക്ലിപ്പിന് മുകളിലോട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ കളർ എന്ന ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ നിന്ന് മെർജ് ആയി പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലൈഡ് ടൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പുകൾ മെർജ് ആയി പോവാതെ സൂക്ഷിക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ നിന്നും ഈ ക്ലിപ്പ് ഒരു ഒഴിഞ്ഞ സ്പേസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ നിന്നും ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഫ്രീ സ്പേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം ഇത് ഫ്രീ സ്പേസിലേക്ക് അപ്ലൈ ആവുന്നതല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും തൊട്ടടുത്തുള്ള ക്ലിപ്പ് മെർജ് ആയി പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് താഴെ കാണുന്ന പെൻ ടൂൾ. നമ്മൾ വീഡിയോ എഡിറ്റിംഗ് സമയത്ത് വീഡിയോ ട്രാക്കിലും ഓഡിയോ ട്രാക്കിലുമെല്ലാം നമുക്ക് വർക്ക് ചെയ്യേണ്ടതായി വരും. അതായത് വീഡിയോ ട്രാക്കിലെ ഒപ്പാസിറ്റി, അതുപോലെ ഓഡിയോ ട്രാക്കിലെ വോളിയം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യൽ തുടങ്ങിയിട്ടുള്ള വർക്കുകളെല്ലാം പെൻ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുക. പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഓഡിയോ ട്രാക്കിലെല്ലാം ചില കീ ഫ്രെയിംസുകൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അതിന്റെ വോളിയം ലെവൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ പെൻ ടൂൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. പെൻ ടൂളിന്റെ ഈ ഉപയോഗത്തെക്കുറിച്ച് ഇനിയുള്ള ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ അടുത്ത ടൂളിലേക്ക് കടക്കുകയാണ്. അതാണ് ഹാൻഡ് ടൂൾ. ഹാൻഡ് ടൂൾ ആക്റ്റീവ് ആക്കാൻ നമുക്ക് കീബോർഡിൽ എച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകും. നമ്മുടെ ടൈം ലൈനിനെ ഇത്തരത്തിൽ മൂവ് ചെയ്യിക്കാനാണ് ഹാൻഡ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്.
മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ മൂവ് ചെയ്യിക്കാം. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമ്മളുടെ ടൈം ലൈൻ മൂവ് ചെയ്യിക്കാനാണ് നമ്മൾ ഹാൻഡ് ടൂൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ കാണുന്ന സ്ലൈഡറും ഇതേ കാര്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് സമയത്ത് നമ്മൾ കൂടുതലായും ഉപയോഗിക്കുന്നത് ഈ സ്ലൈഡർ ആണെന്നുള്ളത് കൊണ്ട് ഹാൻഡ് ടൂൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നില്ല. അതിന് താഴെ കാണുന്ന സൂം ടൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ടൈം ലൈനിനെ സൂം ചെയ്യാനാണ് നമ്മൾ സൂം ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കീബോർഡിൽ പ്ലസ് മൈനസ് എന്നീ ബട്ടണുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ടൈം ലൈൻ സൂം ഇൻ ചെയ്യുകയും സൂം ഔട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പകരമുള്ള മറ്റൊരു ഓപ്ഷനാണ് സൂം ടൂൾ. കീബോർഡിൽ Z എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് സൂം ടൂൾ ആക്റ്റീവ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ സൂം ടൂൾ ആക്റ്റീവ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുടെ ടൈം ലൈനിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവിടെ മൗസിന്റെ കഴ്സർ ഒരു ലെൻസിന്റെ സിംബലിലാണ് വന്നിട്ടുള്ളത്. ആ ലെൻസിനുള്ളിൽ ഒരു പ്ലസ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതായത് ഇതിപ്പോൾ സൂം ഇൻ ആണ്. നമുക്ക് നമ്മളുടെ ടൈം ലൈൻ സൂം ഇൻ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ മൗസിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് സൂം ഔട്ട് ചെയ്യണമെങ്കിൽ, അതായത് മൈനസ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ ഓൾട്ട് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ടൈം ലൈൻ സൂം ഇൻ ആവുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ അഡോബ് പ്രീമിയർ പ്രോയിലെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ടൂളുകളെ കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി അഡോബ് പ്രീമിയർ പ്രോയിലെ ചില ഷോർട്ട് കട്ട് കീകളെ കുറിച്ചും ചില വീഡിയോ എഡിറ്റിംഗ് ടെക്നിക്കുകളെ കുറിച്ചും നമുക്ക് പഠിക്കാം.